ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് കയറിയപ്പോഴേ വഴി തെറ്റിയെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ പോന്നതാ അബദ്ധമായത്. ഇതിപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യാ? അല്ല, നമുക്ക് തിരിച്ചു പോവാം. ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് വഴി ചോദിക്കാം. നോക്കി, ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് വഴി തെറ്റി. ഞങ്ങൾക്ക് പോകേണ്ടത് ഭൂതത്താങ്കാടിനടുത്തുള്ള ഒരു മഞ്ഞുമല എസ്റ്റേറ്റിലേക്കാ. ആ, അതിന് ഇനി ഇവിടുന്ന് കുറേ ദൂരം പോണമല്ലോ മക്കളെ. ഓ, കാടിനകത്തോടുള്ള യാത്രയാ. കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ കാട്ടാനകൾ വരെ റോഡിൽ ഇറങ്ങി നിൽക്കും. പിന്നെ എന്തൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്ക് എത്താൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ഇനി അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇരുട്ടിയാ പിന്നെ മുഴുവൻ വന്യമൃഗങ്ങളാ. ഇവിടുന്ന് തിരിച്ചു പോയി വലത്തേക്ക് കുറെ ദൂരം കൂടി ചെല്ലുമ്പോ ഒരു ലോഡ്ജ് ഉണ്ട്. ഇന്നിപ്പോ തൽക്കാലം അവിടെ തങ്ങുക. എന്നിട്ട് രാവിലെ പോകുന്നതായിരിക്കും നിങ്ങളുടെ ജീവന് നല്ലത്. ഇനി രാത്രി പോയിട്ട് വെറുതെ കാട്ടാനകളുടെ ഇടയിൽ ചെന്ന് കയറണ്ട. അല്ല, ഈ മഞ്ഞുമല എസ്റ്റേറ്റ് അവിടം വരെ എത്തിപ്പെട്ടിട്ട് വേണ്ടേ അവിടെ ചെന്ന് താമസിക്കാൻ? സമയം സന്ധ്യയോടെടുക്കുക. ഈ സമയത്ത് ഈ കാട്ടിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ അവിടെ എത്തില്ല. ഈ കാടിനെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. കേൾക്കാൻ പറ്റുമെങ്കിൽ കേക്ക്. അല്ല, എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ എന്തിനും തയ്യാറാ. അയ്യോ ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. നിങ്ങളെ വന്ന വഴിക്ക് തന്നെ പോവാൻ നോക്ക്. ആ ശരി ചേട്ടാ. ഓ, അയാള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ധിക്കരിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ ശാരദമേ, ഓട്ടം പോകാനാണോ വിളിച്ചേ? അല്ലടാ. അല്ല പിന്നെന്തിനാ? അതിപ്പോ അല്ല, എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണല്ലോ. എടാ, ശാലിനി ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. ശിവനും ഉണ്ട് കൂടെ. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടായിരിക്കും. റേഞ്ച് ആവുമ്പോ ഇടത്തേമ്മ തിരിച്ചു വിളിക്കും. അതല്ലടാ, അവര് പോയതിനു ശേഷം എനിക്കൊരു സമാധാനവും ഇല്ല. ശാലിനിക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ എന്റെ മനസ്സ് പറയുന്നു.